ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എനിക്കിന്ന് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാം. ഏകദേശം 7:40 കഴിഞ്ഞ് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അടുത്ത വീട്, ഒത്തിരി അടുത്ത. അപ്പം അപ്പം ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുത്ത് സംസാരിച്ചുകൊണ്ട് നമുക്ക് പോകാമെന്ന്. അപ്പം നമുക്ക് തിരിക്കാം. ഓക്കെ. നാട്ടിൽ വെച്ചിട്ട് ഞാൻ കാറേ എടുത്തിട്ടില്ലാത്ത വ്യക്തിയായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഞാനാണ് ഇപ്പോൾ കാർ ഓട്ടിക്കാനായിട്ട് തുടങ്ങിയത്. ഞാൻ നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂ കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, ഞാനപ്പോൾ ആദ്യം ഒന്ന് ഫ്രണ്ട് ഗ്ലാസ്സൊക്കെ ക്ലിയർ ചെയ്യട്ടെ. പിന്നെ എന്തൊക്കെയാണ് വിശേഷം നിങ്ങളുടെ അവിടെയൊക്കെ? സുഖമാണോ എല്ലാവർക്കും? നൈറ്റ് ഷിഫ്റ്റ് വലിയ കുഴപ്പമില്ലായിരുന്നു, തിരക്കൊന്നുമില്ലാതെ അങ്ങനെ തീർന്നു. അപ്പം നമ്മളൊരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ നമുക്കിങ്ങനെ പങ്കുവെച്ച് നമുക്ക് ഇന്നത്തെ ഒരു ചെറിയൊരു 5 മിനിറ്റിലെ ഒരു വ്ളോഗ് നമുക്ക് കാണാം. അപ്പം എൻ്റെ കൂടെ എല്ലാവരും കാണുമല്ലേ? ഓക്കെ, നമുക്ക് തിരിക്കാം. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ നാട്ടിൽ ഇത് ഞാൻ കാർ ഓട്ടിച്ചിട്ടില്ല കേട്ടോ. കാർ ഓട്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ 1-2 പ്രാവശ്യം ഓട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം ഇങ്ങനെ കാർ പഠിക്കാനായിട്ട് കാറ് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കിട്ടിയതിന് ശേഷം കേട്ടോ. ഒരു പ്രാവശ്യം ചേട്ടൻ്റെ കൂടെ ഇങ്ങനെ കാർ എടുത്തിട്ട് വണ്ടി പഠിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വണ്ടി പഠിക്കാനായിട്ട് പോകുന്നത് ഈവനിങ്, രാത്രിയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പം ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ നിന്ന്, ഞങ്ങളുടെ വീട് ബാലരാമപുരം എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്തായിട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പൂവാർ സൈഡിലോട്ടാണ് വണ്ടി ഓടിച്ച് പോകുന്നത്. അപ്പോൾ ഏകദേശം പൂവാർ ജംഗ്ഷനൊക്കെ എത്താറായപ്പം എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, എന്തോ ഒന്നും സംഭവിച്ചില്ല. ലാസ്റ്റ് ഞാൻ കടയുടെയൊക്കെ ഇടയിൽ കയറിയാണ് നിന്നത്. അങ്ങനത്തെ ആളാണ് ഞാൻ. പിന്നെ എൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വണ്ടി എടുക്കത്തില്ല കേട്ടോ. അവിടെ തന്നെ ഞാനിങ്ങനെ നിൽക്കും, വണ്ടി എടുക്കാണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. പിന്നെ ചിലപ്പം ഞാൻ വണ്ടി എടുക്കത്തില്ല, ഹസ്ബൻഡ് എടുത്തോളം പറയും. ഞാനിങ്ങനെ ഒന്നും അറിഞ്ഞൂടാത്ത പോലെ ഒക്കെ ഇരിക്കും കേട്ടോ. അങ്ങനത്തെ ഒരാളാണ്. പിന്നെ ആ ഒരു പാനിക് അറ്റാക്കോട് ശേഷം ഞാൻ പിന്നെ വണ്ടി എടുത്തിട്ടേ ഇല്ല. പിന്നെ ഇവിടെ വന്നിട്ടാണെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഹസ്ബൻഡ് നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ വീടൊക്കെ എടുത്ത്, പിള്ളേരൊക്കെ വരുന്നതിന് മുമ്പ് വീടൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്യുമായിരുന്നു. അപ്പം എനിക്ക് വീടൊക്കെ എടുക്കണം, പിന്നെ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യണം. അപ്പം ഞാൻ നിർബന്ധിതയായിരുന്നു എനിക്കൊരു കാറ് വാങ്ങി കാറ് ഓട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അന്നത്തെ രാത്രിയൊക്കെ എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്. കാർ ഓട്ടിക്കാൻ പോലും അറിയത്തില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് വന്നിട്ട്, ക്രിസ്റ്റോഫർ എന്ന് പറയും, പുള്ളിയാണ് എനിക്കെല്ലാം ഇവിടുത്തെ പ്രോസസ്സിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്തതും എല്ലാം. അപ്പം പുള്ളിയാണെങ്കിൽ എനിക്ക് വന്നിട്ട് ഒരു ദിവസം വന്ന് കാറൊക്കെ പഠിപ്പിച്ച് തന്നായിരുന്നു. അങ്ങനെ അതിൻ്റെ ഒരു ഇതിലായിരുന്നു പഠിക്കുന്ന കേട്ടോ. സത്യം പറഞ്ഞാൽ പുള്ളിക്ക് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. അങ്ങനെ കാറൊക്കെ പഠിച്ചതിന് ശേഷം വലിയ പഠിത്തമൊന്നുമില്ല കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ജസ്റ്റ് അടുത്തായതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഓട്ടിച്ച് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഇതെന്നെ അവസ്ഥ. എന്തായാലും വേറെ നിവൃത്തിയില്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇപ്പോൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്ത് നിന്ന് വീട് ഇത് പോവും. ഇടയ്ക്കെപ്പോഴെങ്കിലും മൂഡ് വരുവാണെങ്കിൽ മാത്രം ഗ്രോസറീസൊക്കെ മേടിക്കാൻ പോകാൻ നേരത്ത് കാർ എടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര മടുപ്പാണ് കേട്ടോ. ചേട്ടൻ ഉള്ളതുകൊണ്ട്. പിന്നെ അടുത്തത് ചേട്ടനോട് വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഞാനും ചേട്ടനും തമ്മിൽ കട്ടടിയായിരിക്കും കേട്ടോ. ഉണ്ട് മിക്കവാറും എല്ലാവരുടെ വീട്ടിൽ ഇതന്നെ ആയിരിക്കുമല്ലോ അവസ്ഥ. പണ്ടൊക്കെ എൻ്റെ ചേട്ടൻ വഴക്ക് പറയാൻ വേണ്ടിയിട്ടേ ഞങ്ങൾ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയപ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല, നീ അല്ലാതെ വേറെ ഏതെങ്കിലും പെൺകുട്ടികൾ ഇതുപോലെ കെട്ടിയവന്മാരെയും കൊണ്ടുവരാറുണ്ടോ എന്നിട്ട്. അത്രയ്ക്ക് വഴക്കായിരുന്നു. ഒരു സൈഡിൽ നിന്ന് എൻ്റെ ചേട്ടൻ, ഒരു സൈഡിൽ നിന്ന് എൻ്റെ അനിയൻ എന്ന് പറയുമ്പോൾ എൻ്റെ കസിൻ എന്നാണ്. എൻ്റെ പേര് അനൂപ് എന്നാണ്. പക്ഷെ എനിക്ക് എൻ്റെ ഒരു ഓൺ ബ്രദർ പോലെയാണ് അവൻ. അപ്പം രണ്ടുപേരും കൂടെ എന്നിട്ട് ഭയങ്കര വഴക്കായിരുന്നു എന്നെ. അങ്ങനത്തെ സിറ്റുവേഷനാണ്. അതുകൊണ്ടിട്ട് ഞാൻ അവരുടെ ഫ്രണ്ടിലൊക്കെ എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ കാണിക്കുന്ന ഫുള്ള് പൊട്ടത്തരാന്നേ. ഇൻഡിക്കേറ്റർ ഇടേണ്ട സ്ഥലത്ത് ഇൻഡിക്കേറ്റർ എടുത്തില്ല. ഇവിടെ ആണെങ്കിൽ വണ്ടി മര്യാദയ്ക്കൊക്കെ ഇപ്പം തന്നെ കണ്ടില്ലായിരുന്നു സഡൻ ബ്രേക്ക് ഇട്ടത്. വണ്ടി മര്യാദയ്ക്കൊക്കെ ഓട്ടിച്ചിട്ടില്ല എങ്കിൽ ആരും ഇറങ്ങി വഴക്കൊന്നും പറയത്തില്ല. ഒരു 2 ഹോൺ അടിച്ച് വെച്ചിരും.
അതോടെ നമുക്ക് മനസ്സിലായിക്കൊള്ളും മലയാളത്തിലെയും ഇംഗ്ലീഷിലെയും എല്ലാ ഭാഷയിലെയും തെറി ഒരുമിച്ചാണ് കിട്ടിയെന്നിട്ട്. അപ്പോൾ അതേ നമ്മുടെ വീടെത്താറായി. ഇത്രയേ ഉള്ളൂ, ചെറിയൊരു ഇതായിരുന്നു. അപ്പോൾ ഈ വ്ളോഗിൻ്റെ അകത്ത് എനിക്കൊരു ചെറിയൊരു കാര്യം കൂടി ചോദിക്കേണ്ടായിരുന്നു കേട്ടോ. അതായത് എനിക്ക് അനുഭവപ്പെട്ട ഒരു ചെറിയ കാര്യമാണ് കേട്ടോ. അത് വേറൊന്നുമല്ല, നമ്മൾ സാധാരണ ഒരു ഷിഫ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യാൻ നേരത്തും ഹാൻഡ് ഓവർ റിസീവ് ചെയ്യാൻ നേരത്തുള്ള ഡിഫറൻസ് കേട്ടോ. ഇന്ന് അനുഭവപ്പെട്ടൊന്നും അല്ല, എന്നാലും എൻ്റെ മനസ്സിലെപ്പോഴും ഉള്ളതാട്ടോ. നമ്മൾ സാധാരണ ഒരു ഹാൻഡ് ഓവർ റിസീവ് ചെയ്യാൻ നേരത്ത് ഒരു സ്റ്റാഫ് നമുക്ക് ഭയങ്കര ചിരിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചിരിച്ചിട്ട് ഭയങ്കര സ്നേഹമായിരിക്കും കേട്ടോ. ഇന്നിട്ട് കമ്മൽ നല്ല രസമുണ്ടല്ലോ, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നമ്മൾ ഡൈവേർട്ട് ചെയ്ത് നമ്മൾ കൂളായിട്ട് വെച്ചിട്ടൊക്കെ ആയിരിക്കും കേട്ടോ ഹാൻഡ് ഓവർ തരുന്നത്. അതേ സ്റ്റാഫ് നമുക്ക് ഹാൻഡ് ഓവർ നമ്മളടുത്ത് നിന്ന് റിസീവ് ചെയ്യാനായിട്ട് വരുന്ന ദിവസം എങ്ങനെയായിരിക്കും പറഞ്ഞാൽ നമുക്ക് അവർക്ക് നമ്മൾ ഒരു ബന്ധമില്ലെന്ന രീതിയിലായിരിക്കും കേട്ടോ ഹാൻഡ് ഓവർ മേടിക്കുന്നത്. പിന്നെ അന്നത്തെ ദിവസം ഇനി ചോദിക്കാനില്ലാത്ത ക്വസ്റ്റ്യൻസൊക്കെ അന്നായിരിക്കും ചോദിക്കുന്നവർ. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അല്ലാതെ നിങ്ങൾക്ക് കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. ഞാനിപ്പം പുതിയതായിട്ട് എന്താണ് കുഞ്ഞാണ് ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ നഴ്സിംഗ് ഫീൽഡിൽ. എന്നെ ഇത്രയും ദിവസം ഞാൻ കോളേജിൽ വർക്ക് ചെയ്യായിരുന്നു. ഇപ്പോൾ തിരിച്ചും നഴ്സിംഗ് ഫീൽഡിലോട്ട് എത്തിയിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ഒക്കെയാണ്, കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം എന്തായാലും ബായ്. നിങ്ങളുടെ പുതിയ വിശേഷങ്ങളൊക്കെ പറയുക. അപ്പം ഞാൻ നൈറ്റ് കഴിഞ്ഞ് വന്നുകൊണ്ട് പോയി ഒന്ന് ഉറങ്ങട്ടെ. ഇനി തിരിച്ചൊന്ന് നൈറ്റ് പോകണം. ഈ ആഴ്ച 3 നൈറ്റ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 മോർണിംഗ് ഷിഫ്റ്റാണ്. കുഴപ്പമില്ല. അങ്ങനെ അപ്പം നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇടയ്ക്ക് മെസ്സേജ് അയയ്ക്കുക. എന്തായാലും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക് യു. ബൈ, സി യു.